ഹായ് ഹലോ നമസ്കാരം. നമുക്കൊരു യാത്ര പോയാലോ? ഇന്നൊരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ രാവിലെ ഒരു വെളുപ്പിന് 5:30 തുടങ്ങിയ ഒരു യാത്ര, ഒരു 18 പേരോളം അടങ്ങുന്നൊരു യാത്രയാണ്. നമ്മൾ ട്രാവലറിലാണ് യാത്ര തിരിച്ചത്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നല്ലൊരു വൈബാണ്, അത് പിടിച്ചങ്ങ് പോവാണ്. അപ്പോൾ യാത്രയ്ക്കൊന്നും ഒരു വിഘ്നവും വരുത്തരുതേ എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം പോകുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണ്. ഗണപതിക്കൊരു തേങ്ങ ഉടച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് യാത്രയിൽ ഒരു വിഘ്നങ്ങളും വരാതിരിക്കാനായിട്ട് നന്നായി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു, ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ നേരെ ഇനിയും പോകുന്നത് ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി വയൽവാരം വീട്, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, വയൽവാരം വീട് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച വീട്. വലിയൊരു കവാടത്തോടു കൂടിയുള്ള ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പം ഒരുപാട് ചെടികളും പച്ചപ്പും നിറഞ്ഞ ഒരു വളരെ മനോഹരമായ പ്രദേശം. നമ്മൾ ഈ നടന്ന് ചെല്ലുന്നതാണ് വയൽവാരം, അതായത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച വീടാണ് ആ പുറകിലായിട്ട് കാണുന്നത്. ദൂരെ കാണാമല്ലോ, ഓലമേഞ്ഞ് ചാണകം മെഴുകിയ ഒരു വീടാണ് ആ കാണുന്നത്. ആ വീടിനെ സംരക്ഷിക്കാനായിട്ട് വളരെ വലിയ തൂണുകളോട് കൂടി ഒരു ഇത് പണിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട്. അതായത് ആ വീടിനൊരു കോട്ടവും തട്ടാതിരിക്കാനായിട്ട് അതിന് നല്ലൊരു സംരക്ഷണം തീർത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് 8 വീട്ടിൽ പിള്ളമാർ വാണിരുന്ന കാലം, ആ ഒരു കാലത്ത് 8 വീട്ടിൽ പിള്ളമാരിൽ പ്രമുഖരായിരുന്നു ചെമ്പഴന്തി പിള്ളമാർ അറിയപ്പെടുന്ന അന്നത്തെ കാലത്ത്. ഇവര് വളരെ പ്രതാപത്തോടെ വാണിടുന്ന ഒരു ഗ്രാമമായിരുന്നു ചെമ്പഴന്തി ഗ്രാമം. ആ ഗ്രാമത്തിൽ 1932 ചിങ്ങം ചതയം നക്ഷത്രത്തിൽ, അല്ലെങ്കിൽ 1854 ഓഗസ്റ്റ് 20 ആണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. മാടനാശാനും കുട്ടിയമ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഈ മാടനാശാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, അദ്ദേഹം ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. കൂടാതെ ആയുർവേദ വൈദ്യത്തിലും ഹൈന്ദവ പുരാണത്തിലും വളരെ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ആശാൻ എന്ന് വിളിച്ചിരുന്നത്. 4 കെട്ടും പടിപ്പുരയൊക്കെ ഉള്ള ഒരു വലിയ തറവാട് തന്നെയായിരുന്നു ഈ വയൽവാരം വീട്. ആ കാലത്ത് ആ നാട്ടിലെ ഒരു മികച്ച തറവാട് തന്നെയായിരുന്നു ഈ വയൽവാരം വീട്. ഈ കാണുന്ന വീട് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പ്രസവത്തിനും മറ്റാവശ്യത്തിനുമായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു വീടാണ്. 3 മുറിയുള്ള വീട്. ഈ വീട്ടിലാണ് ഗുരുദേവൻ ജനിച്ചത്. വീടിൻ്റെ സൈഡിലായിട്ടൊരു കിണറുണ്ട്. ആ കിണറ്റിൽ വളരെ തണുത്ത ജലം കിട്ടും. അവർ പറയുന്നത് ജലം കുടിച്ചാൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ മാറിപ്പോവും, കഴുകിപ്പോവും എന്നൊരു വിശ്വാസം പറയുന്നുണ്ട്. ഈ സമയത്ത് ചെന്നിട്ട് അവിടെ മാവിലൊക്കെ നിറച്ച് മാങ്ങ, പിന്നെ അതുപോലെ തന്നെ ഒരു മുത്തശ്ശി പ്ലാവിനെ അവിടെ സംരക്ഷിച്ചേക്കുന്നു. അതിനെന്തോ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താണ് നിർത്തുന്നതെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. അത്രയ്ക്ക് കാലപ്പഴക്കമുള്ള ഒരു പ്ലാവാണ്. മുകളിൽ നിറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്, ഇലകളൊക്കെ ഉണ്ട്. അതിനെ വളരെ സംരക്ഷിച്ചു പോരുന്നത്. ഞാൻ പറഞ്ഞത് പ്രകൃതി സംരക്ഷണത്തിന് അവിടെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാവും ഒക്കെ നിറച്ച് കായ്ച്ചും ഒക്കെ നിൽക്കുന്നു. ഗുരുദേവൻ ജനിച്ച ഈ പുണ്യഭൂമിയിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട്. അടുത്തതായി നമ്മൾ പോയ മണ്ണന്തല ദേവീക്ഷേത്രമാണ്, അല്ലെങ്കിൽ ആനന്ദവല്ലീശ്വര ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മണ്ണന്തല എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. അത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ നടത്തിയ 4ാമത്തെ പ്രതിഷ്ഠയാണ് മണ്ണന്തല ക്ഷേത്രത്തിലേത്. 1889 മാർച്ച് 5 ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവിടെ മുൻപുണ്ടായിരുന്ന ഒരു ഭദ്രകാളി പ്രതിഷ്ഠയായിരുന്നു. പിന്നീട് അത് മാറ്റി പഞ്ചലോഹ നിർമ്മിതമായ സ്വാസിത വിദ്യാദേവിയെയാണ് ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചത്.